വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലുതായിട്ട് റാലികളിലൊന്നും പങ്കെടുക്കാറില്ല. ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതലായിട്ട് പുറത്തിറങ്ങുന്നത് നമ്മൾ കാണാറില്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഹരിയാന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ കളത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് RSS എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു. ഇനി ഹരിയാന കഴിഞ്ഞ് നേരെ ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൽഹി തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പേ തന്നെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം റിപ്പോർട്ട് ചെയ്തു എന്താണ് RSSന്റെ അവിടുത്തെ പ്രവർത്തന ശൈലി എന്ന്. RSS ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന്റെ കടിഞ്ഞാൺ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വാർത്ത ചെയ്തതാണ്. വളരെ വിപുലമായിട്ടാണ് RSS അവിടെ എന്താണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോഴെല്ലാം തന്നെ RSSന്റെ സംഘടനാ സെറ്റപ്പിനെ കുറിച്ചും RSSന്റെ അവിടുത്തെ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്കെൽട്ടൺ, അതായത് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഡൽഹിയിൽ RSS ഭരണ വിഷയങ്ങളെ കുറിച്ചുള്ള അവബോധം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത് എന്നാണ് നമ്മളന്ന് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ RSS വോളണ്ടിയർമാർ ഡൽഹിയിൽ ഉടനീളം അവർ ആൾക്കാരുടെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി വോട്ടർ അവബോധ് എന്ന് പറയുന്ന ഒരു ഡ്രൈവ് അവിടെ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് അവർ പ്രധാനമായിട്ട് ഊന്നൽ നൽകിയത് ശുചിത്വം, കുടിവെള്ള വിതരണം, ആരോഗ്യ സംരക്ഷണം, വായു മലിനീകരണം, യമുന നദി വൃത്തിയാക്കൽ തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ആണ് അവര് ഊന്നൽ നൽകിയത്. ഈ വീടുകളിലെല്ലാം കയറി ഇറങ്ങി ഈ വിഷയത്തിലെല്ലാം അവര് ഡ്രോയിങ് റൂം മീറ്റിങ്ങുകൾ നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഡ്രോയിങ് റൂം മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ RSSന്റെ ഒരു പ്രചാരകനായിരിക്കും അവിടെ ചെല്ലുന്നത്, അല്ലെങ്കിൽ RSSന്റെ രണ്ടുപേരായിരിക്കും അവിടെ ചെല്ലുന്നത്. ആ വീട്ടിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു അതിഥി വരും പോലെയാണ് അവർ പോയി കയറുന്നത്. അപ്പുറത്തെ വീട്ടുകാർ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ RSSകാരനാണോ വന്നിരിക്കുന്നത് പോലും അവർക്ക് അറിയാത്തൊരു സെറ്റപ്പ് ആയിരിക്കും. അങ്ങനെ അവർ അകത്തേക്ക് കയറുന്നു, അവർ വെള്ളം കുടിക്കുന്നു, ഇതിനെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, ആ വീട്ടുകാരുടെ ഒപ്പീനിയൻ എടുക്കുന്നു, അവർക്കതിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ചോദിക്കുന്നു. വളരെ സോഷ്യൽ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് RSS ആ സമയം കൃത്യമായിട്ട് അവലംബിച്ചത് ഈ സമയത്ത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് RSS ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അവിടെ പോയി ഉയർത്തിക്കാട്ടി ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ച് വോട്ട് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു റിപ്പോർട്ടാണ്, RSS ഇവിടെ ഡ്രോയിങ് മീറ്റിങ്ങുകൾ നടത്തുമ്പോഴും നിങ്ങൾ ഒരു പ്രത്യേക പാർട്ടിയെ പിന്തുണയ്ക്കുന്നില്ല. RSS നിങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്ന് RSS ഒരിക്കലും പറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ജനങ്ങളെ വിഷയങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുക, ഫലപ്രദവും ഉത്തരവാദിത്വവുമുള്ള ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതിനായിട്ട് വോട്ട് ചെയ്യുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പോരാത്തതിന് പോളിംഗിന് ഒരു മാസം മുമ്പാണ് ഈ പ്രചരണം ആരംഭിച്ചത്. ഇവര് കോൺസെൻട്രേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഭാഗം ചേരികള്, അനധികൃത കോളനികള്, വിവിധ വോട്ടർ ഗ്രൂപ്പുകൾ ഇവർ ലക്ഷ്യം വെച്ചു. ആം ആദ്മി പാർട്ടിയുടെ പരമ്പരാഗതമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പ്രദേശങ്ങള് RSS വോളണ്ടിയർമാര് അവിടെയുള്ള സമാന ചിന്താഗതിക്കാരെ സംഘടിപ്പിച്ച് ആ സമാന ചിന്താഗതിക്കാരെ അവിടെയുള്ള ആൾക്കാരുടെ വീടുകളിലേക്ക് ഡ്രോയിങ് റൂം മീറ്റിംഗുകൾ നടത്താനായിട്ട് പറഞ്ഞു വിട്ടു എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് RSS അവിടെ 27 വർഷത്തിന് ശേഷം ഭരണം പിടിച്ചത് എന്നുള്ളത് വളരെ വലിയൊരു സംഭവമാണ്. കാരണം ഇത്രയും ആൾക്കാരുടെ വീടുകളിൽ കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ ഇതുപോലെ RSS വീണ്ടും ഒരു ദൗത്യത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. ഓപ്പറേഷൻ തൃശൂൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ തൃശൂൽ യഥാർത്ഥത്തിൽ BJPക്ക് ഒരു ബാലികേറ മലയായിട്ട് ഇപ്പോഴും നിൽക്കുന്ന, ബാലികേറ മലയെന്ന് ഞാനത് ബോധപൂർവം പറഞ്ഞതാണ്. അവിടെ കുറച്ച് സീറ്റൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഭരണം പിടിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് ഇപ്പോഴും അവിടെയുള്ള ഭരണാധികാരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ബംഗാൾ. പിന്നെ RSSന്റെ ബീഹാറിൽ അവർക്ക് അത്ര പണിപ്പെടേണ്ട, കാരണം അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാറും പിന്നെ വെസ്റ്റ് ബംഗാളിൽ എന്ത് സംഭവിക്കും എന്നറിയാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആകാംക്ഷ. RSS അവിടെ കളത്തിൽ ഇറങ്ങുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും, അത് പറഞ്ഞിട്ട് നമുക്ക് ബീഹാറിന്റെ കാര്യത്തിലോട്ട് വരാം. എന്താ തോന്നുന്നു? ഈ RSS എന്ന് പറയുന്ന ഒരു സംഘടന അവര് ഈ മാസീവായിട്ട് ജനങ്ങളെ കൂട്ടേണ്ട വിഷയങ്ങൾ വരുമ്പോൾ അവര് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മിഷനാണ് ജനസമ്പർക്ക പരിപാടി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്നും ഇന്ത്യയില് മാസമായിട്ട് ജനങ്ങളെ കാണുന്ന ഈ ജനസമ്പർക്ക പരിപാടി നടത്തുന്ന ഒരേ ഒരു സംഘടനയേ ഉള്ളൂ, അത് RSS മാത്രമാണ്. വേറെ BJPക്കാരൊക്കെ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം ആക്റ്റീവ് അല്ല. അവരും ഈ RSSകാരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കുറച്ച് വീടുകളൊക്കെ കയറുന്നത്. പക്ഷെ RSSന്റെ മാസീവായിട്ടുള്ള ഒരു സാധനമാണ് ഈ ജനസമ്പർക്ക പരിപാടി. സംഘപരിവാർ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു വലിയ പരിപാടി. അത് അയോധ്യയിലെ
ക്ഷേത്രം പണിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളിലും അവരത് ചെയ്തിരുന്നു. ധനുഷിന് ഓർമ്മയുണ്ടാകും, അന്ന് അവർ ഈ ഉം. ശില പൂജിച്ച് ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ടായി. അപ്പൊ അതെ അത് അതെ പിന്നെ ഓരോ വീടുകളിൽ ചെല്ലുകയും വിശ്വ ഹിന്ദു പരിഷത്ത് സത്സംഗങ്ങൾ കൂടുകയും അവിടെ ഗ്രൂപ്പുകൾ അതെ ഉണ്ടാക്കുകയും ഒരു ശില അവിടുന്ന് വെച്ച് അതിനെ ദിവസങ്ങളോളം പൂജിക്കുകയും പിന്നെ അതിങ്ങനെ ഒരു വാഹനത്തിൽ ഇങ്ങനെ കൊണ്ടുവരികയും ഒക്കെ ഒരു മാസീവ് പ്രോഗ്രാമായി. യെസ് യെസ് അതുപോലെ തന്നെ ഇപ്പൊ ഈ രാമക്ഷേത്ര ത്തിന്റെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ്, പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് അവര് അവിടുത്തെ ഈ അക്ഷതം എന്ന് പറഞ്ഞിട്ട് ഈ നെല്ലും പൂവും മണ്ണ് ഒക്കെയുള്ള മണല് അത് എല്ലാ വീടുകളിലും, കേരളത്തിലടക്കം എല്ലാ വീടുകളിലും അത് അവർ കൊണ്ടുപോയി വിതരണം ചെയ്തിരുന്നു. അതായത് കേരളത്തിലെ വലിയ വിവാദമായിരുന്നല്ലോ മറ്റേ എൽദോസ് കുന്നപ്പള്ളിയൊക്കെ അക്ഷതം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ്, മമ്മൂട്ടി അക്ഷതം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അത് മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് അതൊക്കെ. മറ്റത് അപ്പം ഇതൊക്കെ ഇവരുടെ ഈ മാസീവായിട്ടുള്ള ജനസമ്പർക്ക പരിപാടിയുടെ ഒരു കാര്യമാണ്. അത് എപ്പോഴൊക്കെയാണോ അവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ക്രോഡീകരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് എല്ലാ കാലവും RSS ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് അവരുടെ ബലവും. ഇതിന്റെ മാതൃക പിന്നീട് പലരും BJP കോൺഗ്രസും ഒക്കെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും അവർക്കത് സക്സസ് ആകാൻ ഇന്നും പറ്റിയിട്ടില്ല. നാളെ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തുമില്ല. നിലവിൽ ഇവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് RSSകാർ ഇടയ്ക്കിടയ്ക്ക് വളരെ ചങ്കൂറ്റത്തോടുകൂടി പറയാറുണ്ട്, നാഗപ്പൂരിൽ നിന്നൊരു വിസിൽ മുഴങ്ങിയ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും വേണ്ട എന്ത് ചെയ്യണമെന്നുള്ളത്. അതായത് ഞങ്ങൾക്കൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെങ്കിൽ നാഗപ്പൂരിൽ നിന്ന് രാവിലെ 10 മണിക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ത്യയിൽ ഉടനീളം ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി നമ്മൾ രൂപീകരിക്കുന്നു, അതിന്റെ കൊടി കാവിയാണ്, ആ പാർട്ടിയുടെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ കൃത്യം 12 മണിയാകുമ്പോൾ ഇന്ത്യ എല്ലായിടത്തും ബൂത്ത് കമ്മിറ്റികളാകും, ഇന്ത്യയിൽ എല്ലായിടത്തും ബ്രാഞ്ച് കമ്മിറ്റികളാകും, മണ്ഡലം കമ്മിറ്റികളാകും. അത് നിഷ്പ്രയാസം നടക്കും. കാരണം അത്രത്തോളം നെറ്റ്വർക്കാണ്, ചങ്ങലയാണ്. അപ്പോ ഈ ഒന്നാം മോദി മന്ത്രിസഭ അധികാരത്തിൽ ഏറുന്നത് വരെ ഈ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിനുശേഷം അവര് ആ ഒരു പ്രവർത്തനം, ആ ഒരു ദൗത്യത്തിൽ നിന്ന് മാറി അവർ അവരുടേതായ ചില കാര്യങ്ങളുമായി മുൻപോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ BJPയുടെ ഒരു, കാരണം ഈ BJP എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വളരെ അലസന്മാരായവരുടെ ഒരു ഗ്യാങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ അധികാരം കിട്ടുന്നവരെ പണിയെടുക്കുകയും അത് കിട്ടിക്കഴിഞ്ഞാൽ കുറെയൊക്കെ ഒരു അലസന്മാരും ഉഴപ്പന്മാരുമായിട്ട് പോകും. അതിന്റെ ഒരു ഫലമാണ് ഈ 2014 അവർ അനുഭവിക്കേണ്ടി വന്നത്. അപ്പം അവിടെയും വീണ്ടും അവർ സജീവമായിരിക്കുന്നു. അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും RSS സജീവമാകുന്നുള്ളത് അത് നമ്മൾ ഹരിയാനയെ കണ്ടു, മഹാരാഷ്ട്രയെ കണ്ടു. ഇവിടങ്ങളിലൊക്കെ സത്യത്തിൽ നമ്മൾ ആ വാർത്ത ചെയ്യുമ്പോൾ നമ്മുടെ താഴെ വന്നിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ ഹരിയാനയിൽ 76,000 യോഗങ്ങൾ എങ്ങനെയാണ് ഈ RSS നടത്തിയത്, മഹാരാഷ്ട്രയിൽ 1.25 കോടി യോഗങ്ങൾ എങ്ങനെയാണ് ഇവർ നടത്തിയെന്നത്. അപ്പൊ ഇവര് വിചാരിക്കുന്ന ഈ റാലി എന്ന് പറഞ്ഞ ആളെയൊക്കെ കൂട്ടി മൈക്കൊക്കെ വെച്ചിട്ട് ഉള്ള വലിയ പൊതുയോഗങ്ങളെയാണ്. 76,000 പൊതുയോഗങ്ങളൊക്കെ, പൊതുയോഗമല്ല, ഈ നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഡ്രോയിങ് റൂമുകളിൽ ചെല്ലുക, ആ വീട്ടിലുള്ള അംഗങ്ങളുമായി സംസാരിക്കുക, ഇത് മുൻകാലങ്ങളിൽ ചെയ്തിരുന്നു. ഇത് മാത്രവുമല്ല, എല്ലാ കാലങ്ങളിലും RSS മറ്റ് സംഘടനകളുമായിട്ട്, അതായത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ആയിട്ടായാലും മുസ്ലിം ലീഗുമായിട്ടായാലും ക്രിസ്ത്യൻ സഭകളുമായിട്ടെല്ലാം അവർ ആശയ സംവാദം നടത്താറുണ്ട്. അത് അവരുടെ തന്നെ അരമനകളിലും മറ്റും പോയിട്ടാണ് ഈ ആശയ സംവാദം. കാരണം എപ്പോഴും ജനങ്ങളുമായിട്ട് ഇടപഴകി അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു സംഘടന തന്നെയാണ്. ഇപ്പോൾ അവർ നേരിട്ട് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അതിനകത്ത് അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്, പൊളിറ്റിക്കലായ ലക്ഷ്യങ്ങളുണ്ട്, 2 ലക്ഷ്യങ്ങളുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2025 തൊട്ട് 26 വരെ RSS അവരുടെ 100ാം വാർഷികത്തിന്റെ ആഘോഷ തീർപ്പിലാണ്. അപ്പോൾ അവരെടുത്തിരിക്കുന്ന ഒരു വലിയ തീരുമാനം ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾക്ക് RSS ശാഖകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം കൂടി കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് പശ്ചിമ ബംഗാളിലേക്ക് അവർ പോകുന്നു. അവിടെ 3 കാര്യങ്ങൾ, ഈ ഓപ്പറേഷൻ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുഖങ്ങളുള്ള ഒരു ഓപ്പറേഷനാണ്. അതിനെയാണ് ഈ തൃശ്ശൂർ എന്ന് പറയുന്നത്. ഒന്നാമത്തേത്, എല്ലായിടത്തും ശാഖകൾ ഉണ്ടാവുക, ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ബംഗാളിലുടനീളം ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ അവരുടെ ശൂലത്തിന്റെ, തൃശ്ശൂലത്തിന്റെ 3 പോർമുനകളാണല്ലോ ഇല്ലെങ്കിൽ, അതിനകത്ത് ഒന്നതാണ്. രണ്ടാമത്തേത് ബൂത്ത് അടിസ്ഥാനത്തിൽ 3 കുന്തമനങ്ങളാണ്. അപ്പം രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഈ ബൂത്ത് അടിസ്ഥാനത്തിൽ സർവേ നടത്തുക, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അത് അവലോകനം ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ് നേരത്തെ പറഞ്ഞ കണക്കുള്ള ഈ ഡ്രോയിങ് റൂം മീറ്റിങ്ങുകളാണ്. അതായത് ഇത് പഠിച്ചതിന് ശേഷം, ഇപ്പോൾ ഒരു സ്ഥലത്തുള്ള പ്രശ്നമായിരിക്കത്തില്ല വേറൊരു സ്ഥലത്ത്, ഇപ്പൊ തിരുവനന്തപുരത്തുള്ള വിഷയമായിരിക്കത്തില്ല കൊല്ലത്തുള്ളതല്ല പത്തനംതിട്ട, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. തിരുവനന്തപുരത്ത് തന്നെ ഇപ്പൊ കാട്ടാക്കടയുള്ള വിഷയമല്ല തമ്പാനൂരുള്ളതല്ല നേമത്തുള്ളത്, അവിടെയും വ്യത്യസ്തമാണ്. അപ്പൊ അത് പ്രാദേശികമായി പഠിക്കുക, അത് അവരെ അറിയിക്കും. ഇപ്പൊ ദില്ലിയിൽ തന്നെ അവർ ചെയ്തൊരു കാര്യം അതാണ്, പൊല്യൂഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ വലയുന്ന ഈ ഹരിയാന ബോർഡറിലും മറ്റും കിടക്കുന്നിടത്ത് വീടുകളിൽ അവർ ചെന്നിട്ട് അവിടെ പൊല്യൂഷനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. കാരണം അവിടുത്തെ ജനങ്ങൾ പൊല്യൂഷനെ കുറിച്ച് അറിഞ്ഞാൽ മതി, യമുനാ നദിയിലെ മാലിന്യത്തെ കുറിച്ച് അറിയേണ്ടവർക്ക് അങ്ങനെ അറിഞ്ഞാൽ മതി, പൊളിറ്റിക്കൽ അറിയേണ്ടവർക്ക് അങ്ങനെ അറിഞ്ഞാൽ മതി. അപ്പം സാധാരണ റാലികളും പൊതുയോഗങ്ങളൊക്കെ നമ്മൾ നടന്ന കോമൺ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ നരേന്ദ്രമോദി വരുന്നു, ഒരു 1.5 ലക്ഷം പേരെ വെച്ചിട്ട്
പുള്ളി കോമൺ ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് പറയുന്നത്. ഇത് അങ്ങനെയല്ല, ഓരോ കുടുംബത്തിനും അനുസരിച്ച്. ഇതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടി ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അതാണ് യു പിയിൽ ഇവർക്ക് വിജയം നേടിക്കൊടുക്കുന്നത്. അതായത് ഈ യു പിയിൽ അവിടെയൊക്കെ ബി ജെ പി, ഞാൻ പറഞ്ഞിട്ടില്ല, ബി ജെ പിക്ക് അവിടെ എല്ലായിടവും ശക്തി കേന്ദ്രമൊന്നും അല്ല ഉത്തർപ്രദേശ്. അവർക്ക് കയറി കടന്നിടാൻ പറ്റുന്ന മേഖലകളുമുണ്ട്. അവിടെ പലയിടത്തുമൊക്കെ ഇവർക്ക് വിരലെണ്ണാവുന്ന പ്രവർത്തകർ മാത്രമുള്ള ഇടങ്ങളുണ്ട്, അനവധി സ്ഥലങ്ങൾ. അവിടെ ഇവർ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ മുമ്പും ഈ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ബൂത്ത് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ 4-5 പേരൊക്കെ കാണത്തുള്ളൂ. അവിടെ ഈ പഞ്ചസാര ഫാക്ടറികൾ, ഈ പടിഞ്ഞാറൻ യു പിയിലൊക്കെ ഒരുപാട് ഈ പഞ്ചസാര ഫാക്ടറികളുണ്ട്. പഞ്ചസാര ഫാക്ടറികൾ വളരെ കുറഞ്ഞ കൂലിയിലാണ് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത്. ഈ പഞ്ചസാര ഫാക്ടറിയിൽ ഇവർക്ക് ഈ ആഴ്ചയിൽ ഒരു ദിവസം അവധിയുണ്ട്. അതായത് ചിലർക്ക് തിങ്കളാഴ്ച ആയിരിക്കും, ചില കമ്പനികൾ ഞായറാഴ്ച ആയിരിക്കും, ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇവര് ഈ അവധിയുള്ള ദിവസം ഈ ബൂത്ത് കമ്മിറ്റിയിലെ അംഗങ്ങൾ, ഓരോ അംഗങ്ങളും ഒരു 5 വീട് 10 വീട് കയറും. ബൂത്ത് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ വീടിനടുത്തുള്ള 10 വീടായിരിക്കും നമ്മുടെ ബൂത്തിന് താഴെയുള്ളത്. ആ വീട്ടിൽ കയറുന്നു, അവരുമായി കുശല പ്രശ്നം ചെയ്യുന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും. ഇപ്പൊ ഗ്യാസ് ഇല്ലാത്തവരാണെങ്കിൽ ഗ്യാസ് ഇല്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കുടിവെള്ള പ്രശ്നമാണെങ്കിൽ അത് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ ഉള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് അധികാരികളെ ഇവർ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അത് നേരെ ഈ ബൂത്തിൽ നിന്ന് നേരെ പോകുന്നത് പഞ്ചായത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഇത്ര പേർക്ക് ഗ്യാസ് ഇല്ല, അവരുടെ ആപ്ലിക്കേഷൻ ഇതാണ്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് അത് ഗ്യാസ് ലഭിക്കാനുള്ള എവിടെയാണോ അവിടെ ഇത് കൊണ്ടുകൊടുക്കും. കാരണം സൗജന്യ ഗ്യാസും മറ്റും കിട്ടുമല്ലോ. ഇതാണ് അവിടെ ബി ജെ പിയുടെ ബേസ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ നിരന്തരമായി ജനങ്ങളെ ബന്ധപ്പെടുകയും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ, ദൈനംദിന ആവശ്യങ്ങളിൽ ഈ സ്വയം സേവകരിൽ ബി ജെ പിയുടെ ബൂത്ത് മെമ്പർമാർ ബന്ധപ്പെടുകയും ചെയ്യുന്നിടത്താണ് അവരുടെ യു പിയിൽ അവരുടെ വിജയത്തിന് പ്രധാന കാരണമായത്. യു പിയിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ, മുഖ്യധാര മാധ്യമ പ്രവർത്തകരെല്ലാം കൂടെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കാലത്ത് യു പി എന്താണ് യു പി സംഭവിച്ചതെന്നുള്ളത്, അവിടെ ഈ വീട് കിട്ടാത്തവർ കുറവാണ്. കേന്ദ്ര സർക്കാരിന്റെ വീടുണ്ടല്ലോ, ഈ സൗജന്യ വീട് കൊടുക്കുന്നുണ്ട്. ആ വീട് കിട്ടാത്തവർ കുറവാണ്. കുടിവെള്ളമില്ലാത്തവർ ആരുമില്ല. മറ്റൊരു കാര്യം, വൈദ്യുതി ഇല്ലാത്തവർ ആരുമില്ല. ഗ്യാസ് എല്ലാവർക്കും കിട്ടി, ഗ്യാസ് ആർക്കും കിട്ടാത്തവരായിട്ട് ആരുമില്ല. അപ്പൊ അവർ അതിശയിച്ചു പോയി. യു പി പോലെ 25 കോടി ജനമുള്ള ഒരു വലിയ സ്റ്റേറ്റ്, അതും ലിറ്റററി നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമൊന്നുമല്ല, അവിടെ എങ്ങനെയാണ് ഇത് എല്ലായിടത്തും എത്തിയെന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. കാരണം അവർ നിരന്തരം കയറുക. അപ്പൊ ഈ ആഴ്ച 10 വീട്ടിൽ കയറി, അപ്പൊ അടുത്ത ആളും അടുത്ത 10 വീട്ടിൽ കയറുകയാണ്. അപ്പൊ അവര് ഈ 5 പേരുണ്ടെങ്കിൽ മിനിമം അവരൊരു 10 വീട് വെച്ചാകുമ്പോഴത്തേക്ക് എത്ര വീടായി? ഏതാണ്ട് ഒരു 50 വീടിന് മേളിൽ പോയില്ലേ 5 പേരുണ്ടെങ്കിൽ? 50 വീട് മിനിമം പോയി കഴിഞ്ഞിരിക്കും. ഇത് അടുത്ത ആഴ്ച അടുത്ത 50 വീട്ടിലാണ് കയറുന്നത്. അതായത് ഒരു മാസം കൊണ്ട് ഒരു ബൂത്തിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 10-100 അല്ലെങ്കിൽ 200 വീടിനപ്പുറം. യു പിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10-100 വീടിന് താഴെ വരും. കേരളത്തിലാണെങ്കിൽ 10-200 വീട് കഷ്ടിച്ചേ വരും. ആ 200 വീട് അവർ ഒരു മാസം കയറി തീർക്കുന്നുണ്ട്. ഇത് തന്നെ അടുത്ത മാസം ചെയ്യുകയാണ്. അങ്ങനെ നിരന്തരം ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുമായി നല്ലൊരു ബോണ്ട് ആകുന്നു, ഇവരുടെ ആവശ്യങ്ങൾ. അപ്പൊ അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, അയ്യോ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെയുള്ള പദ്ധതികൾ ഉണ്ടല്ലോ, ആയുഷ്മാൻ ഭാരത് ഉണ്ടല്ലോ, അയ്യോ അത് ഞങ്ങൾ ആയിട്ടില്ല, 12 രൂപ അടുത്ത് 2 ലക്ഷം രൂപ വരെ കിട്ടുന്ന ഇൻഷുറൻസ് ഉണ്ടല്ലോ, അയ്യോ ഇത് ഞങ്ങൾ പങ്കാളിയായിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ചേർത്ത് തരാം എന്ന് പറയുന്നൊരു മെത്തഡ്. അത് കേരളത്തിലെ ബി ജെ പിക്കാർക്കും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ. 5 പൈസ ചെലവില്ല, പണി കളഞ്ഞിട്ട് നിൽക്കണ്ട, അതെ ജോലിയൊന്നും കളഞ്ഞിട്ട് നിൽക്കണ്ട, ജോലിക്ക് പോയിട്ട് അവധിയുള്ള ദിവസം ഉണ്ടല്ലോ. ഒരു എന്തായാലും എല്ലാ ദിവസവും ജോലി ആരും ചെയ്യുന്നില്ല, ഞായറാഴ്ചയൊക്കെ അവധി ഉണ്ടെങ്കിൽ അവധിയുള്ള ഒരു ദിവസം വൈകുന്നേരം ചൊച്ചോട് തന്റെ ബൂത്തിന്റെ അടുത്തുള്ള ഒരു 10 വീട്ടിൽ കയറിയാൽ മതി. അവിടെ പോയി വെറുതെ കുശല പ്രശ്നം ചെയ്താലും മതി. ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയിൽ ഇവർ അംഗമാക്കാൻ പറ്റിയത് അംഗമാക്കുകയും ചെയ്യാം. ഇതിനൊക്കെ നമ്മളൊരു ഇച്ഛാശക്തി വരും. അല്ലാതെ ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് ഷർട്ടും മുണ്ടും തേച്ച് വന്നു ആരും വോട്ടൊന്നും ചെയ്യത്തൊന്നുമില്ല. ആ കാലമൊക്കെ പോയി. ഇല്ലെങ്കിൽ പിന്നെ അത്ര കരിസ്മയുള്ള ഒരു നേതാവായിരിക്കും. നരേന്ദ്രമോദിയൊക്കെ വന്നു നിന്നാൽ ചിലപ്പോൾ ആൾക്കാർ ചെയ്യുമായിരിക്കും. അതല്ലാതെ ഇവിടെ ആരും ഒന്നും ചെയ്ത് ഇലക്ഷനിൽ വന്നത് ചെയ്യില്ല. അപ്പം ഇതൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു മാസീവ് പരിപാടിയാണ് ഇപ്പോൾ ഒരു പശ്ചിമ ബംഗാൾ നോക്കുന്നത്. കാരണം അവിടെ ഈ RSSന്റെ ശാഖകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാരണം RSSന് അടിത്തറ വിപുലീകരിച്ചാൽ മാത്രമേ ബി ജെ പി പോലെ രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് പോകാൻ കഴിയും. അവരുടെ അടിത്തറയിലാണ് ബി ജെ പി നിൽക്കുന്നത്. അല്ല, ബി ജെ പിയുടെ അടിത്തറ അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ ഈ അടിത്തറ വിപുലീകരിക്കുകയാണ് അവിടെ ഒന്നാമത്തെ. രണ്ടാമത്തെ, ഈ ബൂത്തിൽ നിന്നൊരു അവലോകനം സർവേ ഒക്കെ നടത്തി അതിനെ അവലോകനം ചെയ്യും. മൂന്നാമത്തതാണ് അവർ ഇതുപോലുള്ള മീറ്റിംഗ് നടത്തുന്നത്. അതായത് ദില്ലിയിലും ഹരിയാനയിലും ചെയ്ത അതേ മാതൃക തന്നെ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഞാൻ പശ്ചിമ ബംഗാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി വീണ്ടും വരുമെന്നാണ് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാനത് പറയാൻ തയ്യാറല്ല. കാരണം ബി ജെ പി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ഇത്തവണ മമത കടപുഴകും എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം ലഭിക്കുന്ന വിവരവും വാർത്തയും. ഇപ്പോഴവരുടെ അടിത്തറ ഇളകി കഴിഞ്ഞിരിക്കുന്നു മമതാ ബാനർജിയുടെ. അതായത് നന്നായിട്ടൊന്ന് തള്ളിയാൽ താഴെ വീഴുന്ന പരുവത്തിലാണ് മമതാ ബാനർജി. മമതാ ബാനർജി യുഗം കഴിഞ്ഞുവെന്ന് ഞാൻ ഇപ്പൊ പറയും. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ അത് ഒരിക്കലും പറയാൻ തയ്യാറായിരുന്നു. കാരണം മമത ശക്തയായിരുന്നു. ഇവിടെ ബി ജെ പിക്കാരൊക്കെ പറഞ്ഞു ബംഗാൾ പിടിക്കും എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ പറഞ്ഞു ബംഗാൾ പിടിക്കില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു ബി ജെ പി ശക്തമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കാൻ പറ്റും. നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയും.
ഇല്ലാന്നുണ്ടെങ്കിൽ നെക്ക് നെക്ക് വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചില ഒരു അടിവലികളിലൂടെയെങ്കിലും ബി ജെ പിക്ക് തൂക്കസഭയെങ്കിലും ഇത്തവണ കൊണ്ടുവരാൻ അധികാരത്തിൽ സാധിക്കും. കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ട് യാതൊരു തർക്കവുമില്ല. കാരണം അതിനും മാത്രം പശ്ചിമ ബംഗാൾ മമതാ ബാനർജി അടിത്തറതാകും. പ്രത്യേകിച്ച് ഉം. അവരുടെ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നമാണ് മമതയെ ദുർബലപ്പെടുത്തിയത്. പിന്നെ മമതയുടെ അനാരോഗ്യം ഒരു വലിയ വിഷയമാണ്. അവിടെ ഈ ഉം. അനന്തരവനും മമതയും തമ്മിലുള്ള ആ ഒരു പോര്, അതിന്റെ ഇടയിൽ താഴോട്ടുള്ള ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഇതെല്ലാമാണ് അവിടെ മമതയെ കുഴക്കുന്ന ഒരു കാര്യം. പഴയതുപോലെ കേന്ദ്രമായിട്ട് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായി പശ്ചിമ ബംഗാൾ മാറിയിരിക്കുന്നു. അതെ. ഇനി നമ്മൾ ബീഹാറിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ സ്ഥിതി കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ബീഹാറിൽ അവിടെ നിതീഷ് കുമാറിന്റെ ലീഡർഷിപ്പിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. പക്ഷെ ബി ജെ പിയുടെ ഉള്ളിൽ ഒരു വലിയ സ്വപ്നമുണ്ട്. ഹിന്ദി ഉം. ഹൃദയഭൂമി മുഴുവൻ പിടിച്ചടക്കിയപ്പോഴും അവർക്ക് ബീഹാർ ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ എക്കാലത്തെയും വലിയൊരു ഒരു വിഷമവും സ്വപ്നവുമാണ്. കാരണം ബീഹാർ അവരെ സംബന്ധിച്ച് വേരോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന യു പിയും ഉത്തരാഖണ്ഡും ഒക്കെ നമ്മൾ ഭരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വലിയ വിഷമം അവർക്കുണ്ട്. അതിനുവേണ്ടി തന്നെ അഹോരാത്രം പണിയെടുത്തൊരു നേതാവായിരുന്നു സുശീൽ കുമാർ മോദി. അദ്ദേഹം മരിച്ചുപോയി. മലയാളിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ. അദ്ദേഹം ഉപമുഖ്യമന്ത്രി വരെയൊക്കെ ആയിട്ടുണ്ട്. അദ്ദേഹം ഇനി ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സുശീൽ കുമാർ മോദി മുഖ്യമന്ത്രിയാകും എന്ന് തന്നെ ബി ജെ പിക്കാർ ഉറച്ച് വിശ്വസിച്ചിരുന്നതുമാണ്. കാരണം അതിന് മാത്രം അദ്ദേഹം ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിരുന്നു, ഈ ഒരു രീതിയിലേക്ക് എത്തിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം എൽ കെ അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞത് എൽ കെ അദ്വാനെ അറസ്റ്റ് ചെയ്തത് നമുക്ക് ലാലു പ്രസാദ് യാദവാണ്. ബീഹാറിന്റെ മണ്ണിലാണ്. അപ്പൊ ബീഹാർ ഉം. ഭരിക്കുക എന്നുള്ളത് അവരുടെ എക്കാലത്തെയും ആഗ്രഹമാണ്. ഉം. അപ്പൊ അതിനുള്ള കരുക്കൾ അവർ നീക്കി ഇപ്പൊ ഏതാണ്ട് 75% അവർ വിജയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രധാന സഖ്യകക്ഷിയായ നിതീഷ് കുമാറിനെ വെട്ടി ഒതുക്കി സൈഡിലിട്ടു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ബി ജെ പി ആണ് എൻ ഡി എയില്. അപ്പം ഉം. നിതീഷ് കുമാറിന് 10-20 സീറ്റ് എങ്ങനെ ഉള്ളൂ. പക്ഷെ ഇവര് പിന്തുണ കൊടുത്തിട്ട് പുള്ളിയെ ഭരിപ്പിക്കുകയാണ്. കാരണം പുള്ളിയെ ഒരു തള്ളി താഴെ പക്ഷെ ഇട്ടിട്ടുണ്ട്. ഇത്തവണയും എനിക്ക് തോന്നുന്നു നിതീഷ് കുമാർ തന്നെ ആയിരിക്കുമല്ലോ ഇത്തവണയും മുഖ്യമന്ത്രി. നിതീഷ് കുമാർ ഇപ്പോ കേന്ദ്രത്തിന്റെ സഖ്യത്തിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നിതീഷ് കുമാറിനെ അങ്ങനെ അവർ തള്ളിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല അതാ ഉം. ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണത്തെ കളി ആവർത്തിച്ചാൽ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളി കുറച്ചുകൂടെ ശക്തമായി അവർ ആവർത്തിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാർ പിന്നെയും സീറ്റ് നില താഴെ പോകും. പക്ഷെ നിതീഷ് കുമാറിനെ തന്നെ അവർ മുഖ്യമന്ത്രിയായിട്ട് വെക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അവിടെ നിതീഷ് കുമാറിന്റെ ചിറക് അരിയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവർക്ക് ഇപ്പൊ തന്നെ നിലവിൽ അവർക്ക് 95 സീറ്റ് എങ്ങാണ്ടുണ്ട്. അതൊരു 100-110 സീറ്റിലേക്കൊക്കെ അവർ പോവുകയും മറ്റേ പുള്ളിക്ക് 27 സീറ്റ് ഉണ്ടായത് നേരെ 15-ലേക്കോ 20-ലേക്കോ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ദുർബലമായിട്ട് ഇരിക്കും നിതീഷ് കുമാറിന്റെ പാർട്ടി, നിതീഷ് കുമാറും ഒക്കെ. അപ്പോൾ എന്ത് പറ്റും? കേന്ദ്രത്തിൽ വലിയ ബലപ്പെടുത്തം പിടിക്കാൻ പറ്റുന്നില്ല. അവിടെ 15 എം പിമാർ എപ്പോ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകാവുന്ന സ്ഥിതിയിലാണ്. ഇപ്പൊ തന്നെ അങ്ങനെയാണ്. അത് പകുതി പേരും പോകുന്നൊരു പേര് നിതീഷിനുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉരുത്തിരിഞ്ഞു വരും. അപ്പോൾ സ്വാഭാവികമായി നിതീഷ് കുമാർ അധിക നാൾ തുടരില്ല എന്ന് ബി ജെ പിക്കാർ കരുതുന്നു. അങ്ങനെ തുടരാതെ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ബി ജെ പി, ഇല്ലെങ്കിൽ പിന്നെ ഏത് നിമിഷവും നിതീഷ് കുമാറിനെ തട്ടി അവർക്കൊരു മുഖ്യമന്ത്രി ആകാൻ പറ്റും. തുടക്കത്തിൽ അവരത് ചെയ്തില്ലെങ്കിൽ പോലും 5 വർഷം തികഞ്ഞതിന് മുമ്പ് തന്നെ നിതീഷ് കുമാറിന് അവർ റിട്ടയർമെന്റ് കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതാണ് അവരുടെ രീതി. കാരണം ഇനിയും അവർക്ക് അത് കാത്തിരിക്കാൻ തയ്യാറാകുമെന്ന് അറിയില്ല. ഒരുപക്ഷെ നിതീഷ് കുമാറിന് കേന്ദ്രത്തിൽ അദ്ദേഹം പോകുമോ എന്നറിയില്ല. ഇപ്പോൾ തന്നെ നിതീഷ് കുമാറിന്റെ അനാരോഗ്യം ഭയങ്കരമായ രീതിയിൽ വേട്ടയാടുന്നുണ്ട്. അപ്പോ അത് അദ്ദേഹം ഒരുപക്ഷെ വിട്ടൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ നിതീഷ് കുമാറിന് കേന്ദ്രത്തിലേക്ക് ഒരു നല്ല പദവി കൊടുത്തുകൊണ്ട് അവിടെ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി ഏറ്റെടുക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെയുണ്ട്. അതായത് നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഒരു ശക്തി കേന്ദ്രം ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി നിർണായകമാവുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഒരു ചാപ്റ്റർ ഏതാണ്ട് ക്ലോസ് ആയി എന്ന് തന്നെ നമുക്ക് പറയാം. രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 2025 ഉം. അവസാനം ഉം. 26-ലേക്ക് നടക്കാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കാരണം ഉം. അതിനപ്പുറത്തേക്ക് നിതീഷ് കുമാർ ഇനി ഒന്നുമില്ല. കാരണം കേന്ദ്രത്തിലൊന്നും ഇപ്പൊ നിതീഷ് കുമാർ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്താത്തതും അടിവലിക്കാത്തതിന്റെയൊക്കെ പ്രധാന കാരണം നിതീഷ് കുമാർ ഏതാണ്ടൊക്കെ പൂട്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് അറിയാം. ഉം. ഇനി ഉം. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ശേഷിക്കുന്ന കാലം കൂടി മുഖ്യമന്ത്രിയായി തുടരുക, നല്ലൊരു റിട്ടയർമെന്റ് ആണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ആ ഒരു റിട്ടയർമെന്റ് വരെ എന്തായാലും ബി ജെ പി വെയിറ്റ് ചെയ്യാനാണ് സാധ്യത. കാരണം ബി ജെ പി സംബന്ധിച്ച് ഒരു വലിയ ചീത്തപ്പേരുണ്ട്. അവരാരുടെ കൂടെ കൂടുന്നു അവരെ പിന്നീട് വിഴുങ്ങുന്ന ഒരു പാർട്ടിയാണെന്നുണ്ട്. ആ ചീത്തപ്പേര് ഇപ്പൊ അവർ കുറേശ്ശെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിൽ അവർ ഷിൻഡയെ പിടിച്ച് കുറച്ചാൾ മുഖ്യമന്ത്രിയൊക്കെ ആക്കി വെച്ചിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? ഇവർക്ക് വലിയ മേജർ പവർ കിട്ടി കഴിയുമ്പോൾ ഷിൻഡയെ പിടിച്ച് മൂലക്കിരുന്നു. അപ്പൊ ഏതായാലും നിതീഷ് കുമാറിന്റെ അടുത്ത് അത് ചെയ്യില്ല. കാരണം ഇവർക്ക് ഈ രാജ്യത്തിന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട്. ഞങ്ങളുടെ കൂടെ സഖ്യകക്ഷിയായിട്ട് വന്നാൽ ഞങ്ങൾ മാന്യമായി നിങ്ങളെ പരിഗണിക്കും എന്ന് കാണിക്കണമെങ്കിൽ അവർക്ക് ഈ ഉം. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി വെച്ചേ പറ്റൂ. ഇപ്പോൾ തന്നെ 20 സ്റ്റേറ്റ് അവർ ഭരിക്കുന്നുണ്ട്. ഓൾറെഡി ഇന്ത്യയിൽ 20 സ്റ്റേറ്റ് ഭരിക്കുന്നുണ്ട്. ഉം. 8 സീറ്റിന്റെ ഉള്ളിൽ ഇന്ത്യ പ്രതിപക്ഷം. ബീഹാർ അവരെ സംബന്ധിച്ച് വളരെ നിഷ്പ്രയാസം ജയിക്കാവുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ്. പശ്ചിമ ബംഗാളാണ് അവരുടെ അടുത്ത ടാർഗറ്റ്. അതിനുള്ള പ്രവർത്തനമാണ് ഈ ഓപ്പറേഷൻ തൃശ്ശൂർ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ തൃശ്ശൂർ പശ്ചിമ ബംഗാളിന് വേണ്ടി മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ കൂടി ഉണ്ട്. 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് തമിഴ്നാടും അസാമും കേരളവും ഒക്കെ തന്നെയാണ്. അപ്പൊ അവിടത്തേക്കും ഈ പറയുന്ന ഈ മെത്തേഡ് തന്നെ ആയിരിക്കും അവർ ഉപയോഗിക്കാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലടക്കം
ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം RSS തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അപ്പൊ അതും ഉണ്ട് ദക്ഷിണേന്ത്യക്കും നോർത്ത് ഇന്ത്യക്കും. അത് ഇന്ത്യ മുഴുവൻ, അതായത് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന് അവരുടെ 2025-26 അവരുടെ ടാർഗറ്റ് ഇന്ത്യ മുഴുവൻ എല്ലായിടത്തും ശാഖകൾ വേണമെന്നുള്ളതാണ്. അതിനുള്ള നീക്കം, അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ നടന്നു പോകുന്നുള്ളൂ. അപ്പൊ ഒരു സമഗ്രമായ, അത് പഴയതുപോലെ തന്നെ അവർ വലിയൊരു മാസീവ് ആയിട്ടുള്ള ജനസമ്പർക്ക പരിപാടികൾക്ക് ഇറങ്ങുന്നു. അതായത് ജനങ്ങളെ ഒരു ഇതാക്കി അവരുടെ കീഴിലേക്ക് അണിനിരത്താൻ അവർ തയ്യാറാകും എന്നുള്ളതാണ്. താങ്ക് യു വിജയേട്ടാ, താങ്ക് യു സോ മച്ച്.